പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ ഇളം തലമുറ വരെ ഒരു കാലത്ത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്തുകൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അവർ മാറാനുള്ള കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ സമവാക്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗുരു ശിഷ്യ ബന്ധങ്ങളിലെ സമവാക്യങ്ങളിലും വലിയ മാറ്റം വന്നിരിക്കുകയാണ്. കരിക്കുലം അപ്പാടെ ധാർമ്മികത എന്നത് മിണ്ടാൻ പോലും പറ്റാത്ത, അഥവാ ഡിക്ഷണറികളിൽ മാത്രം വിശ്രമിക്കേണ്ട ഒരു പദമായി മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെയാണ് നമ്മുടെ മദ്രസകളുടെയും ആ മദ്രസ നടത്തുന്ന മാനേജ്മെൻറ്റിൻ്റെയും ആ മദ്രസയിലെ വിദ്യാർത്ഥികളെ ദിവസവും തങ്ങളുടെ ഏജുകാരാണ്. ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഒരുപക്ഷെ മതവിദ്യാഭ്യാസ മേഖലയിൽ 99% വിദ്യാർത്ഥികളും മദ്രസ വിട്ടുകഴിഞ്ഞാൽ പിന്നെ മതവിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാകും. അതുകൊണ്ട് മദ്രസ മാനേജ്മെൻറ്റിലെ പ്രതിനിധികളോടാണെങ്കിലും മുഅല്ലിം പ്രതിനിധികളോടാണെങ്കിലും ഞാൻ കരുതുന്ന എൻ്റെ വിശ്വാസം ഒന്ന് ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 100 അതിലധികമോ കുട്ടികളുള്ള പള്ളി ദർസിലെ മുദർരിസിനേക്കാൾ, അതുപോലെ ആ ദർസ് നടത്താൻ സഹായിക്കുന്ന പള്ളി കമ്മിറ്റികളെക്കാൾ, 100 കണക്കിന് വിദ്യാർത്ഥികളുള്ള ശരീഅത്ത് കോളേജുകളെക്കാൾ, ആ ശരീഅത്ത് കോളേജുകൾ നടത്തുന്ന കമ്മിറ്റികളെക്കാൾ, ആ കമ്മിറ്റികൾക്കും ആ സ്ഥാപനങ്ങൾക്കും ഒക്കെ സഹായം ചെയ്യുന്ന, സാമ്പത്തിക സഹായവും അല്ലാത്ത സഹായവും ചെയ്യുന്ന പ്രവാസികളും തദ്ദേശീയരുമായ നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെക്കാളൊക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ഈ മദ്രസാ പ്രസ്ഥാനത്തിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ മുഅല്ലിമീങ്ങൾക്കും ആ സ്ഥാപനം നടത്തുന്ന മാനേജ്മെൻറ്റിനും അവരെ സഹായിക്കുന്നതിനും ആയിരിക്കണം എന്നാണ്. കാരണം പിന്നീട് ഈ കുട്ടികൾ ദീനിനെ സംബന്ധിച്ച് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരവസരം പോലും അവർക്കുണ്ടാകണം എന്നില്ല. ഇനി ചാറ്റ് GPT ഒക്കെ മദ്രസയിൽ പോകുന്ന കുട്ടികൾ വരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഉസ്താദുമാർക്ക് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയില്ല എന്നതും വാസ്തവമായിരിക്കാം. ഒരു മുഅല്ലിം നാളെ എന്തായിരിക്കും ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നതും ആ പഠിപ്പിക്കാൻ പോകുമ്പോഴുള്ള കാര്യങ്ങളെപ്പറ്റി ആ അധ്യാപകനെ കൗണ്ടർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും, ഒരു ഡോക്ടർ അടുക്കൽ ഒരു പ്രത്യേക രോഗലക്ഷണം സിംറ്റംസുമായി ചെന്നാൽ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് എന്തായിരിക്കുമെന്നും അതിൻ്റെ ഫലം, അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തായിരിക്കുമെന്നും ആ ഡോക്ടറെക്കാൾ ഭംഗിയായി അല്ലെങ്കിൽ ഈ ഗുരുനാഥനേക്കാൾ ഭംഗിയായി നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം ഇന്ന് സർവത്ര ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരു ഗുരുനാഥന്മാരുടെ മുന്നിൽ വെച്ച് പഠിക്കാൻ ഈ മദ്രസാ സിസ്റ്റത്തിന് അപ്പുറം ഇനി ആരെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കല്ലിൽ കൊത്തിവെച്ച രീതിയിൽ മനസ്സിൽ പതിയണമെങ്കിൽ ആ കുട്ടികളെ ഭയപ്പെടുത്താതെ, ആ കുട്ടികൾക്ക് അധ്യാപകർ ഒരു ഭീകരരാണ് എന്ന തോന്നൽ ഉളവാക്കാതെ, അവരിൽ കാണുന്ന ദുസ്വഭാവങ്ങൾ പോലും വളരെ നല്ല രീതിയിൽ സ്നേഹത്തിൽ മനഃശാസ്ത്രപരമായി, അസീസ് ഫൈസി ഞാനിങ്ങോട്ട് കടന്നു വന്നപ്പോൾ പറയുന്നത് തന്നെ സമയമില്ല എന്നുള്ള പരാതിയെ പറ്റിയാണ്. അദ്ദേഹം അത് അനാലിസിസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് അത് അനാലിസിസ് ചെയ്യാൻ സമയമില്ലാത്തതിനാൽ അദ്ദേഹം അത് ചുരുക്കി കണ്ടു. ഏതായാലും ഞാൻ പറയുന്നത് സമയമില്ല എന്ന് പറയാതെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് തീർച്ചയായിട്ടും മദ്രസയിൽ നമ്മൾ നല്ല കഠിനാധ്വാനം ചെയ്യണം.